ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ് മഹി ആകെ തളർന്നു വീഴുന്നു. കണ്ണൻ വെള്ളം തളിച്ച് എണീപ്പിക്കുമ്പോൾ മഹി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എൻ്റെ കുഞ്ഞെവിടെ പോയി? എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത്? ലേഖ എവിടെയെന്ന് മഹി ജാനമ്മയോട് ചോദിക്കുമ്പോൾ ജാനമ്മ മറുപടി പറയുന്നു, നിങ്ങളെ കണ്ടതും പേടിച്ച് പെട്ടെന്ന് തന്നെ മുകളിലത്തെ മുറിയിലോട്ട് പോയതാണെന്നും. ഇത് കേട്ട് കണ്ണൻ ജാനമ്മയോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയല്ലേ എന്ന്. അടുത്ത രംഗത്തിൽ മഹി ഓടിച്ചെന്ന് ലേഖയുടെ മുറിയിലെത്തി അലറി വിളിക്കുന്നു. പേടിച്ചു നിൽക്കുന്ന ലേഖയോട് മഹി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് പോയത്? കുഞ്ഞിനെ കൊണ്ടുപോയാൽ നിനക്ക് സങ്കടമാകുമെന്ന് കരുതി മാത്രമാണ് ഞാൻ എൻ്റെ ജീവനെ നിന്നെ ഏൽപ്പിച്ചു പോയത്. നിനക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ അടക്കി പിടിച്ച് ഇവിടെ നിർത്തിയത്? നീ എൻ്റെ കുഞ്ഞിനെ എന്താണ് ചെയ്തത്? അങ്ങോട്ട് വരുന്ന കണ്ണൻ എന്താണ് കാണിക്കുന്നതെന്ന് മഹിയോട് ചോദിക്കുമ്പോൾ ലേഖ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് സത്യം പറയുന്നു. ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിനു ശേഷം കുളിക്കാനായിട്ട് പോയതാണെന്നും ജാനമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്നും പറയുന്നു. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞിനെ കാണാനില്ലെന്നും പറയുന്നു. ഇത് കേട്ട മഹി കണ്ണനോട് പറയാണ്, ഇവിടെ 3 പേരുണ്ടായിട്ടും നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടല്ലോ കണ്ണേട്ട എന്ന്. ലേഖയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ യാത്ര വരെ നീട്ടിവെച്ചതെന്നും എന്നിട്ടും എൻ്റെ കുഞ്ഞിനെ ഇവൾ നോക്കിയില്ലല്ലോ എന്നും പറയുന്നു. പിന്നീട് ദേഷ്യപ്പെട്ടതിൽ സങ്കടം തോന്നി മഹി ലേഖയെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട്. അടുത്ത രംഗത്തിൽ ദുർഗയുടെ വീട്ടിലെ സംഭാഷണമാണ് കാണിക്കുന്നത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വാർത്ത അറിഞ്ഞ് ദുർഗയും മകൾ മഞ്ജുവും സംസാരിക്കുന്നു. അമ്മേ, ഏട്ടത്തിയും ഏട്ടനും കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞു എന്ന് മഞ്ജു പറയുന്നു. ഇത് കേട്ട ദുർഗ, അവരുടെ ജീവൻ ഇപ്പോൾ പോയി കാണുമല്ലോ മോളെ എന്ന് പറയുന്നു. ഈ സമയം കരുണ ഒളിച്ചു നോക്കിക്കൊണ്ട് കണ്ട് മഞ്ജു ദേഷ്യപ്പെടുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട കരുണ, ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വന്നതെന്നും കുഞ്ഞിനെ കിട്ടിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് വന്നതെന്നും പറയുന്നു. ദുർഗ, കുഞ്ഞിന്റെ കാര്യം നിനക്കും നിന്റെ മുത്തശ്ശിക്കും അച്ഛനും തന്നെയല്ലടി അറിയുകയുള്ളൂ എന്ന് പറയുന്നു. കരുണ ഇത് കേട്ട് അവരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അച്ഛൻ ജയിലിലോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പുറമെ ഈ ഒരു മഹാഭാവം ചെയ്യാൻ അച്ഛൻ തുനിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഇത് കേട്ട ദുർഗ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവരെയൊന്നും മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നു. വിവരമറിയാൻ ലേഖയെ വിളിക്കാൻ കരുണ ആവശ്യപ്പെടുമ്പോൾ മഞ്ജു വീണ്ടും ദേഷ്യപ്പെടുന്നു. എന്തിനാടി നീ അതെല്ലാം അറിയുന്നതെന്നും എന്നിട്ട് വേണം എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കും നിന്റെ കൂട്ടുകാർക്കും കൈകൊട്ടി ചിരിക്കാനല്ലേ എന്നും ചോദിക്കുന്നു. അടുത്ത രംഗത്തിൽ കരുണയും ഉണ്ണിയും തമ്മിലുള്ള രഹസ്യാലോചനയാണ് കാണിക്കുന്നത്. മുകളിലേക്ക് പോയ കരുണ സന്തോഷത്തോടെ ഉണ്ണിയോട് കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും നല്ല സങ്കടത്തിലാണെന്നും ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ അച്ഛനെ അംഗീകരിക്കണമെന്നും പറയുന്നു. ഇത് കേട്ട ഉണ്ണി, എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും എന്നിട്ട് ഞാൻ അംഗീകരിക്കാമെന്നും പറയുന്നു. ഇത് കേട്ട കരുണ, നിങ്ങളുടെ അംഗീകാരമൊന്നും എൻ്റെ അച്ഛന് വേണ്ടെന്നും അച്ഛൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും എനിക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ അച്ഛൻ എന്തും ചെയ്യുമെന്നും പറയുന്നു. ഇത് കേട്ട ഉണ്ണി, ഇതിനു മുമ്പും നിന്റെ അച്ഛൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയതല്ലേ എന്ന് പറയുന്നു. എന്നിട്ടൊന്നും നടന്നില്ലല്ലോ എന്നും പറയുന്നു. കരുണ, അത് അച്ഛൻ ഏൽപ്പിച്ച ആളുകൾ ശരിക്ക് ചെയ്യാത്തതുകൊണ്ടാണെന്നും കുഞ്ഞിനെ നോക്കാൻ വന്ന സ്ത്രീയുടെ കയ്യിൽ അച്ഛൻ വിഷം കൊടുത്തു വിട്ടതാണെന്നും പാലിൽ കലക്കി കൊടുക്കാനെന്നും പറയുന്നു. പക്ഷേ അത് കുടിച്ചിട്ട് പോലും കുഞ്ഞ് മരിച്ചില്ല. കുഞ്ഞെന്താ ദൈവമാണോ എന്ന് പറയുന്നു. അടുത്ത രംഗത്തിൽ കുഞ്ഞിനെ കണ്ടെത്തലും പോലീസിന്റെ അന്വേഷണമാണ് കാണിക്കുന്നത്. കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന അനന്തവും മാർക്കോസും നിരാശയോടെ തിരിച്ചെത്തുന്നു. അനന്തവും മാർക്കോസും പറയുകയാണ്, എല്ലായിടത്തും കുഞ്ഞിനെ അന്വേഷിച്ചെന്നും പക്ഷേ യാതൊരു വിവരവും അറിയാൻ പറ്റിയില്ല എന്നും പറയുന്നു. അതേസമയം തെരുവിൽ അന്വേഷണം നടത്തുന്ന SI ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ കുഞ്ഞിനെ കാണുന്നു. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് SI ചോദിക്കുന്നു. ഇത് കേട്ട് ഭിക്ഷക്കാരൻ, ഒരു കുപ്പത്തൊട്ടിയിൽ നിന്നാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് സാറേ എന്നും പറയുന്നു. അതോടെ തുടർന്ന് ഭിക്ഷക്കാരൻ കുഞ്ഞിനെ പോലീസിന് കൈമാറുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി